രണ്ടാമത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ശംഖുമുദ്ര പുരസ്കാരം. ഇത് നമ്മുടെ കേരളത്തിലെ കലാരംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അധ്യാപക രംഗത്ത്, ആരോഗ്യ രംഗത്തൊക്കെ വളരെ കഴിവ് തെളിയിച്ചവരെയും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് അവരുടെ കഴിവ് ഒരു പ്രത്യേക രീതിയിൽ, അതായത് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരുടെ ഏത് മീഡിയയാണോ അതിലൂടെ അങ്ങനെ കഴിവ് തെളിയിച്ചവരെയും പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെല്ലാം അവരുടെയും എൻട്രിയിലൂടെ ക്ഷണിക്കുകയും അത് ഞങ്ങളുടെ ജൂറി പാനൽ വിലയിരുത്തുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് ശംഖുമുദ്ര പുരസ്കാരം നൽകി വരികയും ചെയ്യുന്നു. അങ്ങനെ ഇത് രണ്ടാമത്തെ ശംഖുമുദ്ര പുരസ്കാരത്തിൻ്റെ വിജയികളെയാണ് ഇവിടെ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ജൂറി പാനലിൽ നിന്ന് പരിചയപ്പെടുത്താം. ഒന്ന്, അദ്ദേഹം ചലച്ചിത്ര സീരിയൽ നടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീ രാജ്മോഹനെ. അദ്ദേഹം ജൂറി പാനലിലെ ഒരു മെമ്പറാണ്. രണ്ടാമത്തത് നമ്മുടെ ചലച്ചിത്ര PRO അജയ് തുണ്ടത്തിൽ. അദ്ദേഹം ഫെഫ്ക PROയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മൂന്നാമത് നിൽക്കുന്നത് ചലച്ചിത്ര സീരിയൽ നാടക സംവിധായകനാണ് CB പ്രേംകുമാർ. അദ്ദേഹം എനിക്ക് തോന്നുന്നു വളരെ പ്രശസ്തി നേടിയ നീലക്കുയിൽ എന്ന സിനിമയുടെ നാടക രൂപാന്തരണം ഈ അടുത്ത കാലത്ത് ചെയ്തതെല്ലാം അദ്ദേഹമായിരുന്നു. അങ്ങനെ ഈ 3 പേരടങ്ങുന്ന വളരെ അവരുടേതായ മേഖലയിൽ വളരെയധികം കഴിവ് തെളിയിച്ച് ഇന്ന് സാമൂഹ്യ, സാംസ്കാരിക, കലാരംഗങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്ന ഈ 3 പേരുമാണ് ഈ വർഷത്തെ ഈ ശംഖുമുദ്ര പുരസ്കാരത്തിൻ്റെ ജൂറി പാനൽ. പിന്നെ ഒരു വ്യത്യാസം, സാധാരണ ജൂറികളെല്ലാം വരുമ്പോൾ നമ്മളൊരു ചെയർമാൻ, മെമ്പേഴ്സ്. ഈ വർഷം ഞങ്ങൾ അതിനൊരു പുതുമ കണ്ടെത്തുകയാണ്. ഒരു പാനൽ, അതിനകത്ത് ഈ 3 പേരടങ്ങുന്ന ഈ പാനലാണ് ഈ ഒരു അവാർഡ് നിർണ്ണയം നടത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ശ്രീ അജയ് തുണ്ടത്തിൽ അവാർഡ് ഡിക്ലെയർ ചെയ്തു തുടങ്ങുന്നത്. താങ്ക് യു. എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നല്ലൊരു ദിവസമാണ്, 10ാം ഉദയമാണ്. എന്തായാലും എനിക്ക് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, സാധാരണ ഈ നേരത്തെ മിസ്റ്റർ ജോളിമൻസ് പറഞ്ഞതുപോലെ ജൂറി ചെയർമാൻ പിന്നെ ജൂറി മെമ്പേഴ്സ് അങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അത് ഇല്ലാത്ത ഒരു ജൂറി, എല്ലാവരും ജൂറി മെമ്പേഴ്സ് എന്നുള്ള നിലയ്ക്ക് വന്നത് ഒരു പുതിയ തോട്ടായിട്ട് എനിക്ക് വളരെ അപ്രീഷ്യബിൾ ഒരു കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും ശംഖുമുദ്ര പുരസ്കാരം 2026 അർഹരായവരുടെ കുറച്ച് വിന്നേഴ്സിൻ്റെ ഞാൻ പേരുകൾ വായിക്കാം. യുവ പ്രതിഭ ശംഖുമുദ്ര പുരസ്കാരം അനാമിക GS. ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയിൻ സ്പോട്ടർ, വിമാന നിരീക്ഷകയാണ്, വളരെ പോപ്പുലറാണ് ആ കുട്ടി. അലൻ രാജേഷ് S. നാടൻപാട്ട്, ശാസ്ത്രീയ സംഗീതം, ചെണ്ടമേള. ആദിത്യരാജ് ബാലതാരം, നർത്തകൻ. കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം ജോൺ ഡാനിയൽ, ശില്പകലാകാരൻ. രാജേഷ് തേവറാൻ, നാടൻപാട്ട് കലാകാരൻ. ഡോക്ടർ ബിജു എടത്തിക്കാട്, നാടൻപാട്ട് കലാകാരൻ. സ്മിത K, ചിത്രകാരി. ആശിഷ് ബിനി, നർത്തകൻ, സംഗീതജ്ഞൻ, മൾട്ടി ഇൻസ്ട്രുമെന്റലിസ്റ്റ്. അപൂർവ, കലാതിലകം ഗായിക. ഹരിഗോവിന്ദൻ, സോപാന സംഗീതജ്ഞൻ, ന്യൂസ് റിപ്പോർട്ടർ, അധ്യാപകൻ, കവി, ഗാനം, ഗ്രന്ഥരചയിതാവ്. സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം വർഗീസ് T. നൈനാൻ, കവി. B. ചന്ദ്രബാനു, ഗ്രന്ഥരചയിതാവ്. ഷീബ ജോസഫ്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്. ജോളി പീറ്റർ, കവി, നാടകകൃത്ത്, നോവലിസ്റ്റ്, സംഗീതജ്ഞൻ. ഡോക്ടർ അനിൽകുമാർ SD, കവി, അസ്ഥിരോഗ വിഭാഗ ഡോക്ടർ. ഷീജ അനിൽ, എഴുത്തുകാരി, പാചകകലയിൽ നിരവധി പ്രസിദ്ധീകരണങ്ങൾ. ഗിരിധര ഭൈ, കഥാകൃത്ത്. വിശ്വനാഥൻ വടേശ്വരം, കവി. ഉണ്ണി ബാസുരി ഗുരുവായൂർ, കവി, കഥാകൃത്ത്, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ. അധ്യാപന സാഹിത്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ശംഖുമുദ്ര പുരസ്കാരം ഫിലിപ്പ് KJ, ഗണിത അധ്യാപകൻ.